നേരത്തെ ഡയറക്ടറും അതുപോലെ തന്നെ അഡീഷണൽ ഡയറക്ടറും സൂചിപ്പിച്ചതുപോലെ ഈ ഒരു വർക്ക്ഷോപ്പ് നിങ്ങളുടെ ഭാവിയിലേക്കുള്ള മുന്നോട്ടുള്ള പോക്കിൽ വളരെ പ്രയോജനപ്രദമാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമ്മുടെ സർക്കാർ അധികാരത്തിലേറ്റ് വളരെ കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഒരു പ്രഖ്യാപിത നയം എന്ന് പറയുന്നത് പുത്തൻ ആശയങ്ങളുമായി ഈ സംസ്ഥാനത്തെ ഒരു പുതിയ യുഗത്തിലേക്ക് നയിക്കുക എന്ന പ്രഖ്യാപിത നയവുമായിട്ടാണ് നമ്മുടെ സർക്കാർ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ നടന്നു വരികയാണ്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പം ബീഹാറിലുള്ളൊരു പാവപ്പെട്ട കർഷകനും അവരുടെ ഒരു കന്നുകാലി കച്ചവടം നടത്തണമെങ്കിലും വിവരസാങ്കേതിക വിദ്യയുടെ ശൃംഖലകളെ ആശ്രയിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ശ്വസിക്കുന്ന വായുവിൽ പോലും അറിവിൻ്റെ തരംഗങ്ങൾ ഒഴുകി നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ഒരു വർക്ക്ഷോപ്പ് ഇതിൽ പങ്കെടുക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളവും കൂടുതൽ അവരുടെ മനസ്സിലുള്ള സംശയങ്ങൾ, ആശങ്കകൾ, അതുപോലെ തന്നെ അവർ പോകാനിരിക്കുന്ന പുതിയ മേഖലകൾ, അതിലേക്ക് ഓരോ പടവുകൾ കയറി പോകുമ്പോഴും അതിൽ നമുക്ക് കൂടുതൽ പ്രചോദനപ്രദമാകുന്ന അല്ലെങ്കിൽ കൂടുതൽ പ്രായോഗിക തലത്തിലേക്ക് നമ്മുടെ അറിവുകളെ സ്വായത്തമാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മളെ കൈപിടിച്ച് ഉയർത്തുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് ഈ ഒരു വർക്ക്ഷോപ്പിൻ്റെ പുറകിലുള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പണം പല സമയത്തും ഒരു നിർണായക ശക്തിയായി നമ്മൾ ഇടപെടുന്ന മേഖലകളിൽ അല്ലെങ്കിൽ നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിലൊക്കെ ഒരുപക്ഷെ തടസ്സമായോ വിഘാതമായോ ഭവിക്കാറുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുമ്പോൾ മാറിയ കാലഘട്ടത്തിൽ നമുക്ക് സാമ്പത്തിക ശാക്തീകരണം അത്യാവശ്യമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് എല്ലായിടത്തും നമുക്ക് ഒറ്റയടിക്ക് വിസ്മയം തീർത്തുകൊണ്ട് ആ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കില്ല. പക്ഷേ ഭാവിയിൽ നമുക്ക് വരും ദിവസങ്ങൾ ഓരോ ദിവസം കടന്നു പോകും തോറും അതിലേക്ക് നമുക്ക് വളരെ കുറച്ച് ദൂരം നടന്നെടുക്കാനുള്ള അവസ്ഥയിലേക്ക് നമ്മളെ എല്ലാവരെയും ഒരുമിപ്പിച്ച് എത്തിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് വകുപ്പിൻ്റെ ദൗത്യം. കാരണം പലപ്പോഴും നിങ്ങൾക്കറിയാം, പലതരത്തിൽ വകുപ്പിൻ്റേതായിട്ടുള്ള പല പദ്ധതികൾ നമ്മുടെ സമൂഹത്തിലേക്ക് ഇറങ്ങി വരാറുണ്ട്. പക്ഷേ അത് ഉദ്ദേശിക്കുന്ന യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് 100% പോരായ്മകളില്ലാതെ നമുക്ക് വളർത്തിക്കൊണ്ടുപോകാൻ കഴിയാറുണ്ടോ എന്ന് ചോദിച്ചാൽ അറിഞ്ഞോ അറിയാതെയോ പലപ്പോഴും നമുക്ക് പലതരത്തിലുള്ള പോരായ്മകൾ അല്ലെങ്കിൽ വീഴ്ചകൾ ഒക്കെ സംഭവിക്കാറുണ്ട്. അപ്പോൾ മുൻകാലങ്ങളിൽ നമുക്ക് എന്തൊക്കെ പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ടോ അതൊക്കെ തിരുത്തി മുന്നേറുക എന്നുള്ളതാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഉത്തരവാദിത്വത്തിലേക്ക് നമുക്ക് ഒറ്റ ലക്ഷ്യബോധത്തോടു കൂടി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. ഒരുമിച്ച് നിന്നാൽ നമ്മളെ പരാജയപ്പെടുത്താൻ ഈ സമൂഹത്തിൽ എത്ര വലിയ ഛിദ്രശക്തികൾ നമുക്കെതിരെ തിരിഞ്ഞാലും അതിന് സാധിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യവും നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പം മിനിസ്റ്റർ എന്നുള്ള പദവിയോ അല്ലെങ്കിൽ ഡയറക്ടർ എന്നുള്ള പദവിയോ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരുടെ അവരുടെയൊക്കെ പദവികളോ ഇതൊന്നും തന്നെ നമുക്ക് നമ്മുടെ ആശയങ്ങൾ പങ്കുവെക്കാനോ നമുക്ക് സൗഹൃദം പങ്കുവെക്കാനോ സ്നേഹം പങ്കുവെക്കാനോ ഉള്ള പരിമിതികളോ പരിധികളോ അല്ല എന്ന് നിങ്ങളെല്ലാവരും തിരിച്ചറിയേണ്ടിയിരിക്കുന്നുണ്ട്.